നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ച് വേണമെന്നുണ്ട്. അതിലേക്ക് 3 മുട്ട ഈ പൊടിച്ച പഞ്ചസാരയിലിട്ട് നമുക്ക് വീണ്ടും അടിച്ചെടുക്കാം. പിന്നെ ഞാൻ എടുക്കുന്നത് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊണ്ടുവന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒരു അരിപ്പ എടുത്തിട്ട് നമ്മൾ ഈ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് അരിച്ചിടാം. 1-2 തവണ നമുക്ക് അരിക്കാം കേട്ടോ. പിന്നെ ഞാൻ ചെയ്യണത് ഇതിലേക്ക് ഒരു 4 പഴം, അതുപോലെ ഒരു അരമുറി നാളികേരം ഒക്കെ ചിരകി ഞാനത് നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പ്, പിന്നെ കിസ്മസും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് 1 ഡ്രോപ്പ് സ്ട്രോബെറിയുടെ ഇത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ചെറിയ കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാട്ടോ. ഒരു സ്വല്പം ഒരു ഡ്രോപ്പ് തന്നെ ഒഴിച്ചിട്ടുള്ളൂ. വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, എന്നാലും ആ വെള്ള പോലെ ഇങ്ങനെ ഇരിക്കണത് ഒരു മാറ്റം വരുന്നു മാത്രം. അപ്പം ഇത് വിസ്ക് വെച്ചിട്ടൊക്കെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പം ഇത് അധികമൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ ഗ്ലാസ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ഞാനിപ്പോൾ കേക്കിട്ട് നമ്മുടെ ഇതിൽ ഞാൻ ഏലക്കപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുത്തത്, പഞ്ചസാരയിൽ ചേർത്ത് കുടിച്ചതാണ്. കേക്ക് ട്രേ പിന്നെ നെയ്യൊക്കെ പുരട്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതൊരു ലെയർ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെയും പഴമാണ്. പഴവും നാളികേരം കൂടി വറുത്ത് വെച്ചതുണ്ട്, നെയ്യിൽ പൊരിച്ച് വെച്ചതുണ്ട്. അപ്പോൾ അത് നമ്മളിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കായ്പോള പോലെയാണിത്, പക്ഷെ ഞാനിപ്പോൾ ഇത് ഒരു ലെയർ ഇങ്ങനെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. മുട്ടയിലാണല്ലോ അത് അടിച്ചെടുക്കുക. ഇത് അപ്പോൾ അങ്ങനെയല്ല, നമ്മളൊരു കേക്ക് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. എനിക്ക് പഴം വറുത്തൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോ ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നെയ്യിലാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തൊക്കെ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ തേങ്ങയുണ്ട്. പിന്നെ അതിൻ്റെ മീതിയായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ്, കിസ്മസ്, കുറച്ച് കറുത്ത മുന്തിരി ഉണ്ട് കേട്ടോ, ഒരു സ്വല്പം. ഇത് ഇങ്ങനെ ഒന്ന് വല്ലാണ്ട് പ്രസ് ചെയ്യല്ല, മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ആവിയിൽ വേവിക്കുക. അപ്പോൾ ആവിയിൽ വേവിച്ചെടുത്താണ് ഞാനിത് കേട്ടോ. ഇനി നമുക്കിത് മുറിച്ച് കഷ്ണങ്ങളായി ഉപയോഗിക്കാം.